Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തുള്ള കുട്ടികൾക്ക് പുതിയൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന്. സോ ആ മെസ്സേജിന്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പോകാം. ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് അത് ഓപ്റ്റ് ചെയ്യാൻ, അത് 3 ഉണ്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. അതിന്റെ ഡീറ്റെയിൽസ് ഇതാണ്. അറ്റൻഷൻ LSC കോർഡിനേറ്റേഴ്സ്, ഫസ്റ്റ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫോർ 4-year degree is open from 8/11/2024 to 14/11/2024. All learners admitted shall log into their dashboard and select their multidisciplinary course. No fee to be paid for any category. ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മെസ്സേജിൽ പറഞ്ഞ പോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനുണ്ട്. 4 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ BCom BBA സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനുള്ളത്. അതിൽ 3 പേപ്പർ, അത് നമ്പർ 1 എന്ന് പറയുന്നത് ഇപ്പോൾ BCom സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ ആദ്യത്തെ വരുന്നത് അക്കൗണ്ടിങ് പേപ്പർ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നത് മാനേജ്മെന്റ് പേപ്പറാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്, അത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. ദെൻ 4ാമത്തെ സബ്ജക്റ്റ് ആണ് ഈ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിസിപ്ലിൻ അതിലത്തെ ഒരു പേപ്പർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ് യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ളത്. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറഞ്ഞിട്ട് BCom BBA സ്റ്റുഡൻസിന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ആദ്യത്തെ ഒരെണ്ണം ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ്. അതിൻ്റെ സിലബസ് ആണ് ഇത്. അതിനുശേഷം ഇത് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഹിസ്റ്റോറിക്കൽ ടൂറിസം, അതിൻ്റെ 4 മൊഡ്യൂൾസ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ ടൂറിസം, പിന്നെ ട്രാവൽ ഇൻ ഇന്ത്യ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ കേരള ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്. ഇങ്ങനെ 4 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ മെജോറിറ്റി കുട്ടികൾ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേപ്പർ തന്നെയാണ്. കാരണം ഇത് കുറച്ചും കൂടി സിമ്പിളാണ് മറ്റ് സബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിനെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ കുറച്ചും കൂടി ഈസി പേപ്പർ ഇത് തന്നെയാണ്. കാരണം ടൂറിസത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പഠിക്കാനുണ്ട്. ബട്ട് ട്രാവലിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ കൾച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമുക്കിതിലുള്ള. ഓക്കെ, ദെൻ പിന്നെ ഉള്ള മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ രണ്ടാമത് നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ്. സോ അതിൽ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ കോമ്പോണൻറ്റ്സ്, സോഫ്റ്റ്വെയർ കോമ്പോണൻറ്റ്സ്, പിന്നെ നെറ്റ്വർക്കിംഗ്, ഡിവൈസസിനെ പറ്റിയിട്ട്, പ്രോട്ടോകോൾസ്, അപ്പോൾ ടെക്നോളജിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ കുറേ ടെക്നിക്കൽ ടേംസുകളും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിലോട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് അതെടുക്കാം. ദെൻ മൂന്നാമത് വരുന്നത് ലീഗൽ ലിറ്ററസിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലോ പേപ്പറാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട്, ഡ്യൂട്ടീസ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, IPC, അങ്ങനെ ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇങ്ങനെ 3 സബ്ജക്ട്സ് ആണ് മൾട്ടി ഡിസിപ്ലിനറി. ഇതിൽ ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ ഡേറ്റ് ആണ് 8-ാം തീയതി മുതൽ നമുക്ക് 14-ാം തീയതി വരെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ പറഞ്ഞു കുറച്ചും കൂടി എളുപ്പമുള്ളത് ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാൻഡിഡേറ്റ്സ് ലോഗിൻ വെബ്സൈറ്റിൽ പോയിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കാൻഡിഡേറ്റ്സ് ലോഗിനിൽ നിങ്ങൾ ആദ്യം തന്നെ ചെല്ലാം. ദെൻ അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളതാണത്. സോ നമ്മൾ ഇത് കൊടുക്കുന്നു, ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ നേരെ ഡാഷ്ബോർഡിലോട്ട് പോകണം. ഓക്കെ, സോ ഡാഷ്ബോർഡിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഇതാണ് നിങ്ങളുടെ ഡാഷ്ബോർഡ് വരുന്നത്. മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഇവിടെ തന്നെ പറയുന്നുണ്ട്, കണ്ടോ, ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. സെമസ്റ്റർ രജിസ്ട്രേഷൻ ടു ബാച്ചിലർ ഓഫ് കോമേഴ്സ്. സോ അതിൽ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നിങ്ങളുടെ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. മേജർ ഡിസിപ്ലിൻ കോഴ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മയർ ഡിസിപ്ലിൻ കോഴ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, പിന്നെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ വരുന്നു. ഇതാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. ചൂസ് ഇലക്റ്റീവ്.
സോ ഇതിൽ 3 ഇലക്റ്റീവ്സ് ആണ് വരുന്നത്. അതിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഒരു എന്താണ് എളുപ്പമുള്ളതാണ്. പിന്നെ കമ്പ്യൂട്ടർ ഉണ്ട്, ലീഗൽ ലിറ്ററസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമുള്ളതെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ ഇതെടുക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ ഈ ഒരു എഗ്രി കൊടുക്കുക, അതിനുശേഷം കൺഫേം ചെയ്യുക. സോ ഇവിടെ പറയുന്നുണ്ട് കൺഫേം ചെയ്യുമ്പോൾ സെമസ്റ്റർ രജിസ്ട്രേഷൻ കൈൻഡ്ലി നോട്ട് ദാറ്റ് യുവർ elective selection cannot be changed once you proceed with the semester fee payment. We strongly recommend verifying your choice before making the payment. In case you wish to modify your elective, please click the cancel button to do so. Any wrongful selection will be solely your responsibility and you will be held accountable for any related issues for consequences that may arise. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്, നിങ്ങളിപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഇതെടുക്കണ്ടായിരുന്നു അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ കൺഫേം കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഓക്കെ ആയി. ഇതിങ്ങനെ ഒരു മെസ്സേജ് വരും, സെമസ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കൺഗ്രാജുലേഷൻ, യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്ട്രേഡ് ഫോർ ദ കറൻറ്റ് സെമസ്റ്റർ. അപ്പോഴാണ് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുക. ഇപ്പോഴാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അതിനുശേഷം പ്ലീസ് ചെക്ക് യുവർ മെയിൽ ഫോർ ഫർദർ ഇൻസ്ട്രക്ഷൻ ആൻഡ് അപ്ഡേറ്റ്സ് ബാക്ക് ടു ഡാഷ്ബോർഡ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. ക്ലിക്ക് ഹിയർ ടു വ്യൂവിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാനും പറ്റും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കണ്ടോ, സക്സസ് സെമസ്റ്റർ രജിസ്ട്രേഷൻ സക്സസ് ആയി, ഹിസ്റ്റോറിക്കൽ ടൂറിസം എടുത്തു. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികൾ ഇത് ചെയ്യുക. 14 തീയതിക്കുള്ളിൽ ചെയ്യണം, എന്നാലാണ് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ദെൻ നിങ്ങൾക്ക് എക്സാം എഴുതാനൊക്കെ സാധിക്കുക. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലും ക്ലാസ്സസ് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡും അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സസ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.